കണ്ണ് മാത്രം വിസിബിൾ ആയിട്ടുള്ള കുഞ്ഞു പിള്ളേർ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുണ്ട്. അതൊരു സ്കൂളിൽ ഇട്ടുകൊണ്ട് വരാൻ പറ്റുന്ന ഡ്രസ്സായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തൊട്ടാൽ കൈപൊള്ളുന്ന ഒരു വിഷയമാണ്. ഒരു കാത്തലിക് നൺസ് നടത്തുന്ന ഒരു സ്കൂളിൽ ഒരു സ്ട്രോങ് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് യൂണിഫോമിൻ്റെയോ തല കവർ ചെയ്യുന്ന ഒരു ഹിജാബിൻ്റെയോ ഒന്നുമല്ല. ശരിക്കും ഈ മതത്തെ പറ്റി ഓവറായിട്ട് എക്സ്ട്രീമായിട്ട് സംസാരിക്കുന്നവരുടെ ഉദ്ദേശം എന്താ? മസ്ജിദിൽ പെണ്ണുങ്ങൾക്ക് എത്രത്തോളം ഫ്രണ്ട് വരെ പോകാമോ, ഒരു ദിവസം ഒരു ചുമന്ന ഗോപി തൊട്ടുകൊണ്ട് വരിക, അമ്പലത്തിൽ പോയി വരുന്ന സ്ഥിതിക്ക് ആ ചന്ദനം മായ്ച്ചു കളഞ്ഞില്ല. ഒരു 5 വർഷത്തോളം ആയിട്ട് മാത്രമേ ഇത്തരം ജാതീയമായിട്ടുള്ള പ്രശ്നം കേരളത്തിൽ സംഭവിക്കുന്നു. അതേസമയം എന്താണ് ദീപികയുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് ആരും ഒന്നും പറയാന്? പുള്ളി മുസ്ലിം ആയിട്ടാണോ നാട്ടിൽ ജീവിക്കുന്നത്? പുള്ളിക്ക് പണ്ടും താടി ഉണ്ടായിരുന്നു, ഈ പരസ്യം ചെയ്യുമ്പോഴും താടിയുണ്ട്. എന്നോട് സമയത്ത് വരാൻ പറഞ്ഞിട്ട് വേറൊരു ആർട്ടിസ്റ്റ് 3-4 മണിക്കൂർ കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്നിട്ട് ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണെന്ന് പറഞ്ഞ് പഠിച്ചു വന്ന ആൾക്കാരാണ്. സ്വന്തം ഇഷ്ടത്തിന് പൈസയും കൈകാര്യം ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് കൊച്ചിനെ നോക്കണ്ട, ഭർത്താവിനെയും നോക്കണ്ട, അമ്മായിമ്മയും അമ്മായിപ്പനെയും നോക്കണ്ട, അവരെ പറ്റി അറിയേണ്ട, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ നടക്കുന്നത്. ഒരാൾ ഒരു ഡ്രസ്സ് ധരിക്കുന്ന കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് ആ മതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് പോകുമെന്ന് പറയാൻ എങ്ങനെ ആളുകൾക്ക് കഴിയുന്നു എന്നുള്ളത്. സോ ഈ കമന്റ് ഇടുന്നവരപ്പം എങ്ങനത്തെ ആൾക്കാരാണ്, അവരുടെ ഗ്രോത്ത് എന്തുമാത്രമുണ്ട്, എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ഇത് വായിക്കുന്ന അല്ലാത്തൊരു ബുദ്ധിയും വിവരമുള്ളവർ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സിംഗിൾ പേരന്റ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്ത് പറയാൻ കുറച്ച് പേടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. സോ ഈ കുട്ടിയോട് നമ്മൾ പറയാം, വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ അകത്തിരിക്കുമ്പോൾ അയച്ചു വെക്കണം. അപ്പോൾ സിസ്റ്റേഴ്സ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മഠത്തിലായിരിക്കുമ്പോൾ മാത്രം ഈ ശിരോവസ്ത്രം ഉപയോഗിക്കൂ. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. ഹായ്, ഹലോ, നമസ്കാരം. പൊതുവെ ചക്കപ്പഴം ഉപ്പുമുളക് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും അവരുടെ വീട്ടിലെ ആൾക്കാർ എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചക്കപ്പഴം കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്നില്ല. എങ്കിൽ പോലും അതിലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് എന്നും പ്രിയപ്പെട്ടവരാണ്. ഇന്ന് എൻ്റെ കൂടെ ലളിതാമ്മ എന്നുള്ളത്. നമസ്കാരം. നമസ്കാരം. സബിറ്റ ജോർജ് എന്നാണ് ശരിക്കുള്ള പേര്, അല്ലേ? ലളിതാമ്മ. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങാം. നമ്മൾ ചക്കപ്പഴത്തിൽ കണ്ടിരിക്കുന്ന ലളിതാമ്മ എന്ന് പറയുമ്പോൾ ഫാമിലി നോക്കി ഹസ്ബൻഡിനെ അത്യാവശ്യം വിരട്ടി നിർത്തിയിരിക്കുന്ന, മക്കളെയൊക്കെ കെയർ ചെയ്യുന്ന ഒരു ലളിതാമ്മയാണ് കണ്ടിരിക്കുന്നത്. അവിടുന്ന് സബിറ്റയിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ഇരിക്കാൻ കാരണം ഈ അടുത്ത ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഞാൻ കണ്ടിരുന്നു. ഭയങ്കര ബോൾഡായിട്ട്. അതെ, അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ചക്കപ്പഴം റിലേറ്റഡ് എനിക്ക് ഇനി ഒന്നും പറയാനില്ല എന്ന്. പക്ഷെ അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു സാധനം കണ്ടന്റ് കിട്ടിയത്. ഹിജാബ് വിഷയം ഒരു സിമ്പിൾ. ഞാൻ ചക്കപ്പഴം നിർത്തിയിട്ട് ഓൾമോസ്റ്റ് 3 വർഷമായി. ഈ ദീപാവലി ആയപ്പോൾ ഇറ്റ് വാസ് ഇൻ ഒക്ടോബർ 3 years ago that സീസൺ 2 ഞാൻ പിന്മാറുന്നത്. സോ 3 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ആൾക്കാര് എവിടെ പോയാലും അങ്ങനെയാണ് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നതും. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴും നമുക്ക് ഇൻബോക്സിൽ മെസ്സേജ് വരുന്നതൊക്കെ, ലളിതാമ്മ ഓക്കെ ആണോ, നാട്ടിലുണ്ടോ, അതൊരു ഭയങ്കര പ്രിവിലേജ് ആയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹിജാബ് വിഷയത്തിലേക്ക് വന്നാൽ അതൊരു തൊട്ടാൽ കൈപൊള്ളുന്ന ഒരു വിഷയമാണ്. ആരെന്ത് എവിടെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിന് നെഗറ്റീവ് കമൻസ് അല്ലാതെ വേറെ ഒന്നും വരില്ല എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും നമുക്കൊക്കെ പ്രതികരിക്കണമെന്ന് തോന്നും, പക്ഷെ പേടിയാണ്. പക്ഷെ അങ്ങനെയല്ല സബിറ്റ ചേച്ചി ചെയ്തത്. വളരെ കൃത്യമായിട്ട് തൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി. ശരിക്കും അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരിക്കാനുള്ള തീരുമാനം എടുത്തത്? മോൾ എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ ഒരുമിച്ചാണല്ലോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ അതിപ്പം യു ക്യാൻ മേക്ക് ഇറ്റ് ഫേസ്ബുക്കിലും വരുന്ന പോലെ. പണ്ടൊക്കെ ഫേസ്ബുക്ക് ആയിരുന്നല്ലോ നമ്മുടെ മെയിൻ. ഐ റിമെമ്പർ ഒരു 10 years ago. അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ചേച്ചിക്ക് ഇപ്പം കുറച്ചധികം സമയമുണ്ട്, പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ചക്കപ്പഴം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും രാവിലെ 6:30 I ലീവ് കാക്കനാട്, പിന്നെ വരുന്നത് 7 o'clock രാത്രി. അപ്പോൾ കുറച്ച് സമയം എക്സ്ട്രാ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആക്റ്റീവായിട്ട് സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ നോട്ടീസ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ റെസ്പോൺസ് എഴുതാനും ഒക്കെ ഉള്ള സമയം കിട്ടുന്നത്. പണ്ട് തൊട്ടേ പേടിച്ചിട്ട് ഒരു കാര്യം പറയാതിരിക്കുന്ന ഒരു ആളല്ലായിരുന്നു ഞാൻ. അതിപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കും എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് തന്നെയും അറിയാതെ.
ഏതൊരു കാര്യത്തിനെ പറ്റി എന്നോടൊരു ഒപ്പീനിയൻ ചോദിച്ചാൽ ചിലർ പറയുമല്ലോ എനിക്കറിയത്തില്ല, അതങ്ങനെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും. എനിക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ട്. അത് എല്ലായിടത്തും പറയണോ വേണ്ടോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ യു യൂസ് യുവർ വിസ്ഡം. ബട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നമുക്കൊരു ടച്ചി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ എവിടെയെങ്കിലും നടക്കുന്നതായിട്ട് കണ്ടാൽ അവിടെ എനിക്ക് എന്തെങ്കിലും പറയാൻ ഒരു അവസരം ഉണ്ടെന്ന് തോന്നിയാൽ പേടിക്കാതെ പറയുന്ന ഒരാളായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയത്, സംസാരിച്ചതും അതിനെപ്പറ്റി എഴുതിയതും ഒരു 2 വാക്ക്. അതിനുശേഷം ഒരുപാട് നെഗറ്റീവ് സൈഡ് വന്നിട്ടുണ്ട്. ഞാൻ കമന്റ് ബോക്സ് വായിച്ചു, ഭയങ്കര നെഗറ്റീവ് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കണ്ടു. ഒരു എസ്സേ പോലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിലും നെഗറ്റീവ് വന്ന വേറെ ചില പോസ്റ്റുകളുണ്ട് കേട്ടോ. ഞാൻ ഇതിലും പ്രതീക്ഷിച്ചു. പക്ഷെ അത് വെച്ച് നോക്കുമ്പം 1-2 എസ്സേകളെ ഞാൻ കണ്ടുള്ളൂ. എന്തായിരുന്നു ഇതിനു മുമ്പ് വേറൊരു സബ്ജക്റ്റിനെ പറ്റി, വെൽ ഐ ഡോണ്ട് വാണ്ട് ടു ബ്രിങ് കോൺട്രവേഴ്സി, ബട്ട് വേടന്റെ ആ മാലയിലെ പല്ലിനെ ചൊല്ലി അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് ഞാനൊരു ഇത്രയും സീരിയസ് ഇഷ്യൂ അല്ലല്ലോ അത്. ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു റിലീജിയൻ, ബട്ട് പൊളിറ്റിസൈസ് ചെയ്ത പൊളിറ്റിക്കൽ റിലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെയ്ത ഒരു സംഭവമാണെങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് നാളുകളായിട്ട് പുള്ളി വെയർ ചെയ്യുന്ന ഒരു ഓർണമെന്റ്, റൈറ്റ്? അതെ, അത് റിയൽ പല്ലാണോ അതും വേറൊരാൾ കൊടുത്തത്? പുള്ളി പോയി ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ്, ബട്ട് ഐ ആം ജസ്റ്റ് സേയിങ് അതിലാണ് എനിക്ക് ഒരുപാട് അറ്റാക്ക് ഉണ്ടായത്. എന്തറിയാം, നിങ്ങൾക്ക് എന്തറിയാം, ഇവിടെ റൂളില്ലേ, അപ്പോൾ ആനിമൽസിനെ കൊല്ലുന്ന ഓക്കെ ആണെന്നാണോ? ഇതൊന്നും പ്രൂവ് ചെയ്തില്ലെങ്കിൽ ആളങ്ങ് വിചാരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ പോലും ഒരു പുള്ളിയുടെ ഒരു കൺസേർട്ട് പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളാണ് ഞാൻ. സോ വൈ ആർ യു സപ്പോർട്ടിങ് ഹിം? സോ ഇപ്പം എൻ്റെ റിലേറ്റീവോ അല്ലെ എൻ്റെ മകളോ അല്ലെ അനീതി എവിടെ നടന്നാലും അത് എൻ്റെ സ്വന്തം ചോരയ്ക്ക് പറ്റിയാലേ ഞാൻ റെസ്പോണ്ട് ചെയ്യുള്ളൂന്നൊന്നുമില്ല. അതിലൊരു എവിടെയോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എവിടെയോ ഒരു ട്രൂത്ത്, എനിക്കറിയാവുന്ന ഒരു ട്രൂത്ത് പറയേണ്ടതുണ്ടെന്ന് തോന്നിയാൽ ഞാൻ പറയും. സോ ഹിജാബിൻ്റെ വിഷയത്തിൽ ഒരുപാട് എസ്സേ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ടു ബി ഓണസ്റ്റ്. 1 or 2 that was long. അതിന് എൻ്റെ റെസ്പോൺസും ലോങ് ആയിരുന്നു. അതെനിക്ക് എനിക്കത് പേഴ്സണലായിട്ട് തോന്നിയത്, ഞാൻ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് നൺസ് നടത്തുന്ന ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പാലായിൽ പഠിച്ച ആളാണ്. അപ്പോൾ അന്ന് ഇത്ര ഇങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നു പാല കുറച്ച് മുസ്ലിം പോപ്പുലേഷൻ കുറവുള്ള സ്ഥലമായിരുന്നോണ്ടായിരിക്കാം, കൂടുതലായതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു ഹിജാബ് ഇട്ട് വരുന്ന ഒരു കുട്ടി പ്രീ ഡിഗ്രി വരെ അധികം എക്സ്പോഷർ ഇല്ലായിരുന്നു എനിക്ക്. ഡിഗ്രി ചെയ്തപ്പോഴാണ് പിന്നെ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ സൈക്കോളജി പഠിപ്പിച്ച ടീച്ചർ തന്നെ ഹിജാബ് ഇട്ടുകൊണ്ട് പഠിപ്പിച്ച ഒരു ടീച്ചറായിരുന്നു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, എനിക്കത് കണ്ടപ്പോൾ ഒരിക്കലും ആ കോളേജിൽ ഞാൻ ദിവസവും അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് എല്ലാ ദിവസവും ആ ടീച്ചറിൻ്റെ മുഖത്ത് നോക്കി പഠിച്ചിട്ട് എനിക്ക് ഒരു കാത്തലിക് നൺസ് നടത്തുന്ന ഒരു സ്കൂളിൽ ഒരു സ്ട്രോങ് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട്, ഐ കോൾ മൈസെൽഫ് ക്രിസ്ത്യൻ, ഇപ്പം ഞാൻ കാത്തലിക് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല എന്നെ, എന്നിട്ട് പോലും എനിക്കൊരു ഡിസ്കംഫർട്ടും തോന്നിയില്ല അതിൻ്റെ പേരിൽ. സോ ഞാനത് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു, എന്തുകൊണ്ടായിരിക്കാം ഈ സിസ്റ്റേഴ്സിന് അത് യൂണിഫോമിൽ അങ്ങനെ ആർക്കെങ്കിലും, എല്ലാവർക്കും ഹിജാബ് യൂണിഫോം ആക്കാൻ പറ്റത്തില്ല, സ്കൂളിൽ യൂണിഫോം വേണം. ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ യൂണിഫോം വേണമെന്ന് പറയുന്നത്? ഒരു ഇക്വാലിറ്റി ഉണ്ട്. ഒരു ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി വെച്ചിട്ട് ഒരാൾ ഒരു 2000 rupees ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നു വേഴ്സസ് ഒരു 300 രൂപയുടെ ഒരു സ്കേർട്ടും ബ്ലൗസ് ഇട്ടുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരു ഡിസ്പാരിറ്റി സ്കൂളിൽ വിസിബിൾ ആയിട്ട് ഉണ്ടാകരുത്, ഒരു വ്യത്യാസം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂണിഫോം വെക്കുന്നത്. അപ്പോൾ യൂണിഫോം ആക്കാൻ പറ്റില്ല ഹിജാബ്, പക്ഷേ ഹിജാബ് ധരിച്ചുകൊണ്ട് ബാക്കി യൂണിഫോമിൻ്റെ എല്ലാ പാർട്ടും ആ കുട്ടി വെയർ ചെയ്തിട്ടുണ്ട്. ഇത് തലയിൽ വെയർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് വേറെ കുട്ടികൾക്ക് പേടി ഉണ്ടാക്കുമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ സംസാരം ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടോ, ഞാൻ കേട്ടില്ല കേട്ടോ പേഴ്സണലി. അപ്പം എനിക്ക് ഐ വാസ് എക്കോയിങ് മൈ കൺസേൺ ഇൻ ദ സെൻസ്, നമ്മൾ കുട്ടികളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു തിരിവ്, ഒരു യൂണിഫോമിൻ്റെ കാര്യത്തിൽ പോലും ഒരു ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും ഓർണമെൻറ്റ്സ് സ്വർണ്ണം ഇട്ടുകൊണ്ട് വരരുതെന്നും ഒക്കെ പറയുന്നത് സ്വർണ്ണം നഷ്ടപ്പെടും എന്നുള്ള പ്രശ്നമുണ്ട്. എങ്കിൽ കൂടിയും
ഒരാൾക്ക് സ്വർണ്ണം ഇല്ലാതെ വരും ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് അത് വിഷമമാകരുതെന്ന് വിചാരിച്ചിട്ടില്ലേ. സോ ആ ഒരു തിരിവില്ലാതെയാക്കാൻ നമ്മൾ യൂണിഫോം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പിന്നെ ഒരു കുട്ടി ഹെഡ് കവർ ചെയ്തു വരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു എന്തോ തീവ്രവാദമാണെന്നോ ലൈക്ക് എന്തോ ഒരു. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാ, എന്റെ കൂടെ മുസ്ലിം കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വളർന്നു വന്നത്. ഈ അടുത്ത ഈ ഒരു 5 വർഷത്തോളം ആയിട്ട് മാത്രമേ ഇത്തരം ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുള്ളൂ. ശരിക്കും അതിന്റെ ഒരു കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും ഇതിപ്പോ ഒരു യൂണിഫോമിന്റെയോ തല കവർ ചെയ്യുന്ന ഒരു ഹിജാബിന്റെയോ ഒന്നുമല്ല. ശരിക്കും ഈ മതത്തെ പറ്റി ഓവറായിട്ട് എക്സ്ട്രീമായിട്ട് സംസാരിക്കുന്നവരുടെ ഉദ്ദേശം എന്താ? ഒരു ഡിവിഷൻ ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കിയ ആൾക്കാരെ തമ്മിൽ തല്ലിച്ച് അതിൽ നിന്ന് ഒരു പൊളിറ്റിക്കലോ ഫൈനാൻഷ്യലോ എക്കണോമിക്കലോ ആയിട്ടുള്ള ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ ഇത് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു. ഞാനിതിനെ പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഈവൻ ജാതി സംസാരിക്കാനോ, ഇപ്പം ആ ഹിജാബിന്റെ സ്ഥാനത്ത് ഒരു പർദ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ണ് മാത്രം വിസിബിൾ ആയിട്ടുള്ള കുഞ്ഞു പിള്ളേർ അങ്ങനത്തെ ഡ്രസ് ഇട്ടുണ്ട്. ശരിയാണ്, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാനത് വെയർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതിനെപ്പറ്റി എന്നോട് ഒപ്പീനിയൻ ചോദിച്ചാൽ ഞാൻ പറയും അതൊരു സ്കൂളിൽ ഇട്ടുകൊണ്ട് വരാൻ പറ്റുന്ന ഡ്രസ്സായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒരു സ്കാർഫാണ്, ഒരു ഹെഡ് മാത്രമാണ് കവർ ചെയ്യുന്നത്, കുട്ടിയുടെ ഫേസ് കവർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് എനിക്കതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നാന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ്, നിങ്ങൾ വേറൊരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് ബൈബിളിൽ, ഐ ഡോണ്ട് നോ വെദർ യു ക്രിസ്ത്യൻ, ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ വേറൊരാൾ അവർ നമ്മളിലും കുറവാണെന്നോ അല്ലെ എന്തെങ്കിലും നമ്മൾ സുപ്പീരിയർ ആണെന്ന് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെയല്ല ബൈബിളിൽ പറയണേ. ബൈബിളിൽ പറയുന്നത് വേറൊരാളെ നീ കല്ലെറിയുന്നതിന് മുമ്പ് നീ നിന്റെ കണ്ണിലെ കരട് ആദ്യം എടുത്തിട്ട് വേണം നീ എറിയാൻ. വിച്ച് മീൻസ് യു ഹാവ് ടു ഫസ്റ്റ് ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. ഞാൻ ചെയ്യുന്നത് ഒരു ക്രിസ്ത്യനായിട്ട് ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ? എന്നിട്ട് വേണം ഞാൻ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല, അത് നിങ്ങൾ നിങ്ങളുടെ മതം പ്രൊമോട്ട് ചെയ്യാനാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ആർ യു ഡൂയിങ് ദ റൈറ്റ് തിങ്? അത് ശരി. അതിൽ ചേച്ചി ചോദിച്ച സ്ട്രോങ് ആയിട്ടൊരു സാധനമുണ്ട്, അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ക്രിസ്ത്യാനിയില് അവരിടുന്ന ഒരു യൂണിഫോം ഉണ്ട്, സിസ്റ്റേഴ്സ് ഇടുന്നത്. അവിടെയും തലയെ കവർ ചെയ്യുന്ന ഒരു, അതിന് എങ്ങനെയാ തല കവർ ചെയ്യാത്ത സിസ്റ്റേഴ്സും ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ഉള്ള സിസ്റ്റേഴ്സ് അങ്ങനെയാണ്, തല കവർ ചെയ്തിട്ടൊരു ഇതിട്ടിട്ടുണ്ട്. ശിരോവസ്ത്രം എന്ന് പറയും മലയാളത്തില്. അവരും ഇത് തന്നെയല്ലേ, രണ്ട് മതത്തിന്റെ. അതായിരുന്നു എന്റെ പ്രശ്നം. കാരണം അത് ഒരു തല കവർ ചെയ്യാത്ത ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളാണെങ്കിൽ എനിക്ക് അത് അത്രയും ഒരു ഹിപ്പോക്രസി ആയിട്ട് തോന്നില്ല. ഇപ്പൊ ഞാനിതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അവളൊരു ക്രിസ്ത്യനായിട്ട് അവള് അങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെ എന്നോട് മോർ ദൻ ഔട്ട്സൈഡ് പീപ്പിൾ, എൻ്റെ ഫാമിലി എന്നോട് ചോദിച്ചു, വൈ ഡു യു ഹാവ് ടു കമന്റ് ഓൺ സച്ച് തിങ്സ്? മതം മാറ്റി നിർത്തിയ നമ്മൾ മനുഷ്യന്മാരല്ലേ? എക്സാക്ട്ലി. സോ നമ്മൾ മെയിനായിട്ട് ഹിപ്പോക്രസി എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഒരിടത്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, വർക്ക് പ്ലേസിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ സീസൺ 2 ചക്കപ്പഴം ഒരു സമയത്ത് ഞാൻ നിർത്താൻ പോലും, ലൈക്ക് ദ റൂൾസ് ഹാസ് ടു ബി സെയിം ഫോർ എവ്രിബഡി. എന്നോട് സമയത്ത് വരാൻ പറഞ്ഞിട്ട് വേറൊരു ആർട്ടിസ്റ്റ് 3-4 മണിക്കൂർ കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്നിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നതും എന്നെ ട്രീറ്റ് ചെയ്യുന്നതും പിന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പം, ഒരു പ്രൊഡക്ടിവിറ്റിയുടെ കാര്യമോ അല്ലെങ്കിൽ എടുത്ത് തീർക്കേണ്ട സീൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് സമൺ എൽസ് ലാഗ്ഡ് ദെയർ പ്രസൻസ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. So that is my basic. No, ഞാൻ അതിനെ കൊണ്ടുവരുമല്ല. So that is why this I felt like a hypocrisy. ഒരു സിസ്റ്റർ കംപ്ലീറ്റ് ഹെയർ ഒന്നും കാണാത്ത പോലെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കും, കുറച്ച് ഇവിടെ ഇത്തിരി ഫ്ലെയർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ പർട്ടിക്കുലർ സ്കൂളിലെ സിസ്റ്റേഴ്സിനെ ഞാൻ കണ്ടത് വെച്ച് അവരും കംപ്ലീറ്റ് കെയർ ചെയ്തിട്ടുണ്ട്. ദ റെസ്റ്റ് ഒരു യൂണിഫോമാണ്. സോ നമ്മൾ ശരിയാണ്, വർഷങ്ങളായിട്ട് സിസ്റ്റേഴ്സ് അങ്ങനെ ശിരോവസ്ത്രം ഇടുന്നുണ്ട്, പിന്നെ ഇത് പുതിയ സംഭവമാണോ? കുട്ടികൾക്ക് യൂണിഫോം ഇമ്പോർട്ടൻ്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതും ഒരു യൂണിഫോം അല്ലേ? ഈ സിസ്റ്റേഴ്സ് ഇടുന്നതും അവരുടെ പർട്ടിക്കുലർ കോൺഗ്രിഗേഷൻ, അവർ പ്രോമിസ് ചെയ്ത് ഇതിലേക്ക് വരുമ്പം അവരെടുക്കുന്ന കോൺഗ്രിഗേഷനാണ് തീരുമാനിച്ചത്
നിങ്ങൾ നൺസ് ആയിട്ട് ശിരോവസ്ത്രം ഇട്ട് ഇതാണ് നിങ്ങളുടെ യൂണിഫോം, യൂണിഫോം എന്ന്. അതെ. right? So that is also a uniform. So your uniform is okay. ഹെഡ് കവർ ചെയ്ത് അത് സ്കൂളിൽ വരുമ്പം അയച്ചു വെച്ചിട്ടാണോ അവർ വരുന്നത്? അല്ല. സോ ഈ കുട്ടിയോട് നമ്മൾ പറയാ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ അകത്തിരിക്കുമ്പോൾ അയച്ചു വെക്കണം. അപ്പോൾ സിസ്റ്റേഴ്സ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മഠത്തിലായിരിക്കുമ്പോൾ മാത്രം ഈ ശിരോവസ്ത്രം ഉപയോഗിക്കൂ. യു വാണ്ട് കം ആൻഡ് ടീച്ച് ഇൻ സ്കൂൾ, ഇത് മാറ്റി വെച്ച് സാധാരണ യൂണിഫോം ആയിക്കോട്ടെ, ഫുൾ കവർ ചെയ്യുന്ന ആയിക്കോട്ടെ, ബട്ട് ശിരോവസ്ത്രം വേണ്ട എന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? കാരണം എന്താണോ ടീച്ച് ചെയ്യുന്നത്, ഇഫ് ദേ ആർ കേപ്പബിൾ ടു ഗിവ് എഡ്യൂക്കേഷൻ ടു എ ചൈൽഡ്, അവർ ശിരോവസ്ത്രം ധരിച്ചിട്ട് വന്ന് നിന്നാണോ പഠിപ്പിക്കുന്നത്, അതിൻ്റെ പേരിൽ കൂടുതൽ ഇഫക്റ്റീവ് ആണോ കുറച്ചാണോ എന്നൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും അങ്ങനെ വേണ്ടേ? അതിൽ ഞാൻ യോജിക്കുന്നു. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് കണക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി യോജിക്കുന്നു. അതേപോലെ തന്നെ എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഒരാൾ ഒരു ഡ്രസ്സ് ധരിക്കുന്ന കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് ആ മതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണേ, അല്ലെങ്കിൽ അതിലേക്ക് പോകുമെന്ന് പറയാൻ എങ്ങനെ ആളുകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതെ, അതെങ്ങനെ കഴിയുമോ? അതങ്ങനെ പറ്റുമോ? എഗൈൻ ഇതൊക്കെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഞാൻ എത്ര തട്ടമിട്ട് എനിക്കൊരു മുസ്ലിം മാപ്പിളപ്പാട്ട് പാടണം, ചുമ്മാ ഒരു ക്ലിപ്പ് എടുത്ത് യൂട്യൂബിലിടണം, അല്ലെങ്കിൽ എന്താ പറയണേ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലിടണമെങ്കിൽ ഞാൻ മുസ്ലിം ആയിട്ടാണോ? എൻ്റെ പഴയ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഒരു റമദാൻ വരുന്ന സമയത്താണെങ്കിൽ ഞാൻ എൻ്റെ ഷോൾ എടുത്ത് തലയിൽ കൂടെ ഇട്ടിട്ട് ഒരു പാട്ട് പാടും. ദാറ്റ് മേക്സ് ഇറ്റ് മോർ റിയൽ ആൻഡ് റിലേറ്റബിൾ. അത്രേ ഉള്ളൂ അതിന്. അല്ലാതെ ഞാനൊരു തട്ട കിട്ടുന്നോർത്തോണ്ട് ഉടനെ ഞാൻ ക്രിസ്ത്യൻ ബിലീഫിൽ നിന്ന് മാറി ഇതേ അവള് മുസ്ലിം ആകാൻ പോകുന്നെന്ന് ആൾക്കാർ പറയുന്നില്ല. സോ ഇത് ഈ ആൾക്കാർ തന്നെയാണ് വേറൊരു കുട്ടി വേറൊരു രീതിയിൽ തല കവർ ചെയ്യുവോ അല്ലെങ്കിൽ ഒരു വെള്ളയും വെള്ളം ഇട്ടോണ്ട് വരുവോ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു വലിയ ഗോപി ഒരു ദിവസം ഒരു ചുമന്ന ഗോപി തൊട്ടോണ്ട് വരിക, അമ്പലത്തിൽ പോയി വരുന്ന സ്ഥിതിക്ക് ആ ചന്ദനം മായ്ച്ചു കളഞ്ഞില്ല, കണ്ടോ? അത് ഹിന്ദുത്വവാദമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് ദുഃഖറാന എന്ന് പറഞ്ഞൊരു ഒരു സെയിൻറ്റ് തോമസിൻ്റെ ഒരു കടയുള്ള ദിവസം എന്ന് ഞങ്ങൾ പറയും. അന്ന് ഞങ്ങളെല്ലാം കരി കൊണ്ടൊരു കുരിശ് വരയ്ക്കും. ഞങ്ങൾ ആരും രാവിലെ പള്ളിയിൽ പോവും, ആ കുരിശ് വരച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അത് മായ്ച്ചു കളയാൻ പാടില്ല, ഹോൾ ഡേ അത് അങ്ങനെ വെക്കണം എന്നാണ് നമ്മുടെയൊക്കെ പേരൻസ് പറഞ്ഞു തന്നിട്ടുള്ളത്. സ്കൂളിൽ പോകും, ഇടയ്ക്ക് കടയിൽ പോകും, ഈ കുരിശും വെച്ചോണ്ട് ആരും പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. ഇതെന്താണ് അത് മായ്ച്ചു കളഞ്ഞിട്ട് വേണ്ടേ ക്ലാസ്സിൽ വന്നിരിക്കാന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, ഇനി ഏതായാലും സ്കൂളിൽ പറഞ്ഞിട്ടില്ല. സോ അത്രയല്ലേ ഉള്ളൂ, ഇത് അത്രയല്ലേ ഉള്ളൂ. ബട്ട് ആ സമയത്ത് ആ കുട്ടി അവിടെ വന്നിരുന്ന് കിട്ടുന്ന സമയം മുഴുവൻ ഞങ്ങൾ ചെയ്യുന്നതാണ് മാത്രം ശരി, നിങ്ങൾ ഹെയർ കാണിച്ചുകൊണ്ട് വരുന്നത് തെറ്റാണ്, ഞങ്ങൾ കണ്ടോ ഹെയർ കവർ ചെയ്തിരിക്കുന്നത് അത് മാത്രമാണ് ശരി, അങ്ങനെ മാത്രമേ ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ആ കുട്ടി ഒരു അജണ്ട ഉണ്ടാക്കി അവിടെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിൽ ദാറ്റ്സ് എ ഹോൾ ഡിഫറെന്റ് ഡിസ്കഷൻ. മതം മനുഷ്യന്റെ മനസ്സിലാണ് വേണ്ടത് എന്നുള്ളതാണ്. മതം തന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇപ്പം എൻ്റെ ജനറേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ മോള് US വളരുന്നത്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ക്രിസ്ത്യൻ ബിലീവ്സും മതം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അറിയാം. ഓഫ് കോഴ്സ് ബാപ്റ്റിസവും നമ്മൾ അവർക്ക് ഓർമ്മയില്ലാത്തപ്പോഴേ 2 വയസ്സായപ്പം ബാപ്റ്റിസം ചെയ്തു. ബട്ട് ഒരു ടീനേജ് 14-15 ആയപ്പം ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല അവളെ പള്ളിയിൽ പോകണമെന്ന്. ഞാൻ അങ്ങനെ സൺഡേ മോസ്റ്റ്ലി ഞങ്ങൾ സൺഡേ പറ്റുമെങ്കിൽ ചർച്ചിൽ പോകാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എല്ലാ സൺഡേയും പോകുന്ന ആളല്ല എങ്കിലും. ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പം, അതായത് അവൾ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ പാലായി പോവുക, എൻ്റെ അമ്മ താമസിക്കുന്ന തറവാട്ടിൽ, അവൾ എന്നോട് ചോദിക്കും, മമ്മി ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നിങ്ങൾ പള്ളിയിൽ പൊക്കോ. അപ്പം കൂടുതലും ഞാൻ പറയുന്നത് എന്താണ്, മോളെ നിൻ്റെ ഗ്രാൻഡ്മായുടെ ബിലീഫ്സിനെ ഇമോഷൻസിനെ നീ ഹേർട്ട് ചെയ്യരുത്. ഓക്കെ, മോർ ദാൻ ഞാൻ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും എന്നുള്ള ആർഗ്യുമെൻറ്റിനെ പറ്റി അമ്മയും മോളും കൂടെ ഡിസ്കസ് ചെയ്യുന്നതിനുപരിയായിട്ട് നമ്മുടെ പേരൻസിനെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും സ്നേഹവും ഇല്ലേ, സോ അതിന് വേണ്ടിയിട്ട് നീ ഒരു അത് ആഗ്രഹിച്ചാൽ മതി. അല്ലാതെ ആ സമയത്ത് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാക്കാതെ, അതും എനിക്ക് 16-17 വയസ്സുള്ള കുട്ടിയെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. സോ ഞാൻ ഈ എൻ്റെ ഒരു ആഗ്രഹം പറയുന്നു, ഇനി നിൻ്റെ ഇഷ്ടം ഞാൻ പറയും. നൗ ഇറ്റ് ഈസ് അപ് ടു യു, ബിക്കോസ് ഐ കനോട്ട് ഡ്രാഗ് യു. കുഞ്ഞു വെച്ചാണെങ്കിൽ എടുത്ത് നമുക്കിങ്ങനെ വെച്ചോണ്ട് പോവാം. ഇപ്പം അത് പറ്റില്ല. അങ്ങനെ ഇവൻച്വലി ഈ മതങ്ങളൊക്കെ ആ ഒരു കാര്യത്തിൽ ചിലർ ഭയങ്കര എക്സ്ട്രീമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
അത് ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദാറ്റ് റിലീജിയൻ, ദാറ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്താലേ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്നത്. അല്ല, അതിപ്പോ എല്ലാ മതസ്ഥർക്കും ഉണ്ട്. ഇപ്പൊ യൂട്യൂബ് ചാനലിൽ കൂടെ ആണെങ്കിലും യൂട്യൂബ് ചാനലിൽ എതിർക്കുന്ന ഒരു വിഭാഗം മതസ്ഥരുണ്ട്. അവർ തന്നെ അവരുടെ മതം സെയിൽ ചെയ്യണ യൂട്യൂബ് ചാനലിൽ കയറിയിരുന്നിട്ടാണ്. ഞാനും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏത് മതമാണെന്നുള്ളത്. പക്ഷെ എല്ലാ മതത്തിലുള്ള ആൾക്കാർ, എല്ലാ മതത്തിലും എക്സ്ട്രീമിസം. ഇതില് ലേഖനങ്ങളായിട്ട് റെസ്പോണ്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഐ എം നോട്ട് അഗൈൻസ്റ്റ് യൂണിഫോം, ബട്ട് ഇറ്റ് ഹാസ് ടു ബി, അതിൻ്റെ അകത്തൊരു ഫെയർനെസ് വേണം. എന്നെ പഠിപ്പിക്കുന്ന ആള് ഒരു പർട്ടിക്കുലർ യൂണിഫോം ഇട്ടുകൊണ്ടാണ് എന്നും വരുന്നെങ്കിൽ എനിക്കും എൻ്റെ തല കവർ ചെയ്യുന്ന യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കാൻ എന്നെ അനുവദിക്കണം. 2, എക്സ്ട്രീമിസം. ദാറ്റ്സ് അനദർ തിങ് ഐ സജസ്റ്റഡ്. ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ജെയിൻ ആണെങ്കിലും ഇനി വേറെ ഏതൊക്കെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ അത് മാത്രമാണ് ശരിയെന്നും പറഞ്ഞ് നമുക്ക് വേണം ഇരിക്കാം. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഇപ്പം 70s കിഡ്സ് എന്നൊക്കെ പറയുന്നല്ലേ, ഇൻ 50s മേ ബി ഈ ജനറേഷനും കൂടെ അങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഇരുന്നങ്ങ് പോയേക്കും. ബട്ട് ദ നെക്സ്റ്റ് ജനറേഷൻ അവർക്ക് ദൈവം വേണ്ടെന്നോ അവർ ദൈവവിചാരമില്ലാതെ, ഫെയ്ത്ത് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം അന്നും ഇന്നും എന്നും പ്ലേ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാനത് ആരെയും അടിച്ചേൽപ്പിക്കാറില്ല. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. മസ്ജിദിൽ പെണ്ണുങ്ങൾക്ക് എത്രത്തോളം ഫ്രണ്ട് വരെ പോകാമോ, ഞാൻ കാശ്മീർ ട്രാവൽ ചെയ്തപ്പോൾ അതിന് വേറൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനല്ല, ബട്ട് ഒരു പെണ്ണിന് എവിടം വരെ ചെല്ലാമോ, ഞാൻ പറഞ്ഞൊന്നും ഇട്ടില്ലായിരുന്നു, ഹെഡ് കവർ ചെയ്യണമെന്ന് പറഞ്ഞു, എൻ്റെ ഷോൾ വെച്ച് ഹെഡ് കവർ ചെയ്തു, ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. എവിടം വരെ പോകാമോ അത്ര അടുത്ത് പോയിരുന്ന് അവിടെയുമുള്ള എന്താണോ അവിടെയുള്ള ആ ഒരു ശക്തി, ആ ഒരു ഗുഡ് എനർജി, ആ എനർജി എന്നിലേക്ക് ഒഴുക്കണേന്ന് അവിടെയും പോയി പ്രാർത്ഥിക്കാറുണ്ട്, അമ്പലത്തിലും പ്രാർത്ഥിക്കാറുണ്ട്, പള്ളിയിലും. ഏതൊക്കെ പള്ളിയിൽ, ഞാൻ ഇന്നിപ്പോൾ ട്യൂസ്ഡേ അല്ലേ, കല്ലൂര് പള്ളിയിൽ എനിക്ക് പോരാൻ പറ്റുന്ന എല്ലാ ആഴ്ചകളിലും ഞാൻ വരുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പുറത്തിരിക്കണ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കണ ചേച്ചി ഹിന്ദു റിലീജിയനിൽ പെട്ടതാണ്. പുള്ളിക്കാരത്തിയോട് ഞാൻ ഒരു ദിവസം എണീറ്റ് പറയാം, ചേച്ചി അമ്പലത്തിൽ പോകുന്നതൊക്കെ കൊള്ളാം, ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും കല്ലൂര് പള്ളിയിൽ പോകുന്നതുകൊണ്ട് എൻ്റെ ലൈഫൊക്കെ ഞാൻ ചോദിക്കുന്ന എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, എൻ്റെ ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ടാണ്. ചേച്ചിക്ക് പ്രശ്നങ്ങളുണ്ടല്ലേ? ഞാനൊരു കാര്യം പറയാം, ചേച്ചി കല്ലൂര് പള്ളിയിലോ, ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. അവിടെ ഒന്നെങ്കിലും ബണ്ണ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 5 കിലോ അരി മേടിച്ചു കൊടുക്കുക. ഇത് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ നേർച്ചകൾ ചെയ്യല്ലേ, പക്ഷെ അത് ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാവരുത്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു. ആഫ്റ്റർ ഓൾ മോള് പറഞ്ഞ പോലെ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ, ആ മനസ്സ് നന്നാകാത്തവരാണ് യൂട്യൂബ് ചാനലിൽ കൂടെയും ബാക്കി എല്ലാ ചെറിയ ചെറിയ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചേച്ചിക്ക് അറിയത്തില്ല, എന്നിട്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ മത തീവ്രവാദികളുണ്ട്. അതിനെപ്പറ്റി ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. അതിനേക്കും ഏറെ രസം, ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണെന്ന് പറഞ്ഞ് പഠിച്ചു വന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അവിടെയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിലാണ് സങ്കടം തോന്നുന്നത്. അതിപ്പോൾ ഇവിടെയാണ് മതേതരത്വം, റൈറ്റ്, ദ ഹാർമണി ഓഫ് എക്സിസ്റ്റിംഗ് ഓൾ ദ റിലീജിയൻസ് പീസ്ഫുള്ളി. അത് നമ്മൾ പറച്ചില്ലല്ലേ ഉള്ളൂ, ശരിക്കും അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇതിലും മതേതരത്വത്തിലാണല്ലോ വെളി രാജ്യങ്ങൾ ജീവിക്കുന്നത്. നമുക്കൊന്നും അറിയത്ത പോലും ഇല്ല. പഞ്ചാബീസ് അവരുടെ ഗുരുദ്വാരയിൽ പോകും, നമ്മളും പോകും. അവിടെ പോയി കുറേ പാട്ടുകൾ പാടി അവിടെ ഇരുന്നിട്ട് നല്ലൊരു ലഞ്ച് ചപ്പാത്തിയൊക്കെ കൂട്ടി അവർ ലഞ്ച് കഴിക്കാൻ പോകുന്നതല്ല. അതെല്ലാം ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുന്നു, നിലത്തിരുന്ന് കഴിക്കുന്നു. ആ ഒരു ഇറ്റ് മേക്സ് യു ഹംബിൾ. ഒരു കസേര ഇരിക്കാതെ ദിസ് ഈസ് എ പ്രിവിലേജ്, ഒരു നേരത്തെ ആഹാരമാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ഗുരുദ്വാരയിൽ നിന്ന് കഴിച്ചിട്ട് പോരുന്നു. ആരും വെളി രാജ്യത്ത് നിന്റെ റിലീജിയൻ എന്നാന്ന് ചോദിക്കാറില്ല. അത് അങ്ങനെ ഒരു പോർഷൻ പോലും ഇല്ല. വാട്ട് റിലീജിയൻ യു ബിലോങ് ടു. ഏറ്റവും വലിയ ക്വാളിറ്റി ഇതാണ്. എക്സാക്ട്ലി, ദേ അക്സെപ്റ്റ് യു ഫോർ ഹൂ യു ആർ. നീ എന്താണോ ആസ് എ ഹ്യൂമൻ ബീയിങ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഹൗ ഡു യു ക്യാരി യുവർ സെൽഫ്, ഇതൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അല്ലാതെ ഇവിടത്തെ പോലെ ഒരു പർട്ടിക്കുലർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആ റിലീജിയൻ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു മുസ്ലിം പാട്ട് പാടുമ്പോൾ ഞാൻ ചുമ്മാ തട്ടവിടും. അതെനിക്ക് കാണാനും ഇഷ്ടമാണ്. ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ തട്ടവിട്ടാൽ കൊള്ളാലോ, ഓക്കെ, ഞാൻ പാടുന്ന പാട്ടുമായിട്ടൊരു സിങ്ക് ആവുന്നുണ്ട്, ഇരിക്കട്ടെ. 2 ഫോട്ടോയും കൂടി പോസ്റ്റ് ചെയ്യുന്നു. 2 ഫോട്ടോയും കൂടെ പോസ്റ്റ് ചെയ്യുന്നു. അന്നൊന്നും അവരാരും എന്നോട് ചോദിച്ചില്ല, ചേച്ചി ജോർജ് എന്നാണല്ലോ ലാസ്റ്റ് നെയിം, ഇനി അത് മാറ്റാൻ പോവാണോ, ആരും ചോദിച്ചില്ല.
അത്ര ഈ ഇടയ്ക്ക് വേറൊരു വിഷയം ഞാൻ ചേച്ചി കണ്ടിട്ടുണ്ടാവും. ദീപിക പദുക്കോണും ഹസ്ബൻഡും കൂടെ പുറത്തു പോയ സമയത്ത് അവരൊരു ഹിജാബ് എന്നല്ലേ പറയാ, ഇങ്ങനെ ഇതുപോലെ തന്നെ ഷോള് വെച്ച് തന്നെയാണ്, പക്ഷെ ഒരു പെർട്ടിക്കുലർ പർദ്ദയല്ല. പുള്ളിക്കാരത്തി ആ റീജിയനെ റെസ്പെക്ട് ചെയ്തിട്ട് ഒട്ടും ഹെയർ ഒന്നും കാണാത്ത പോലെ ആയിരുന്നെന്ന് തോന്നുന്നു ആ പരസ്യം. ആ പരസ്യം ചെയ്ത സമയത്ത് അതിൻ്റെ ഇടയിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: നിനക്ക് അവിടെ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ അറിയാം, ഇവിടെ വരുമ്പോൾ നിന്റെ ഈ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, കാശ് കിട്ടിയാൽ എന്തും ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു കമന്റ്. എക്സാക്ട് ഇങ്ങനെയല്ല, ഇതാണ് എൻ്റെ ഉള്ളടക്കം എന്നുള്ളത്. അപ്പം ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ആരെയും എന്നല്ല, സെലിബ്രിറ്റീസിനെയും കുറച്ച് ഒരുപാട് ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുകയും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അതേസമയം എന്താണ് ദീപികയുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് ആരും ഒന്നും പറയാഞ്ഞ്? പുള്ളി മുസ്ലിം ആയിട്ടാണോ നാട്ടിൽ ജീവിക്കുന്നത്? പുള്ളിക്ക് പണ്ടും താടി ഉണ്ടായിരുന്നു, ഈ പരസ്യം ചെയ്യുമ്പോഴും താടിയുണ്ട്. പുള്ളി ഇട്ടിരിക്കുന്ന ഒരു ഷെർവാണി പോലെ ഒരു സാധനം. പക്ഷെ പുള്ളി ഒരാണായതുകൊണ്ട് എന്താണ്, ഞാനിപ്പോൾ ആൺ പെൺ വിവേചനത്തെ പറ്റി സംസാരിക്കാൻ കൊണ്ടുവരുമല്ല. ഹി ഈസ് ഓൾസോ എ സെലിബ്രിറ്റി, രൺവീർ സിംഗ്, റൈറ്റ്? എന്താണ് പുള്ളി കറക്റ്റാണോ? നിങ്ങളെന്താണ് ഇങ്ങനെ 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 തന്നെ ഡ്രസ്സ് ചെയ്ത് ഇന്ത്യ നടക്കാത്തതെന്ന് ചോദിച്ചില്ല. ദീപിക ചെയ്തപ്പോൾ അത് പ്രശ്നമായി. സോ ഈ കമൻ്റ് ഇടുന്നവരപ്പോൾ എങ്ങനത്തെ ആൾക്കാരാണ്, അവരുടെ ഗ്രോത്ത് എന്തുമാത്രമുണ്ട്, എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ഇത് വായിക്കുന്ന അല്ലാത്തൊരു ബുദ്ധിയും വിവരമുള്ളവർ മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ബുദ്ധിയും വിവരമുള്ളവർ സ്വയം ചിന്തിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. അത്രേ ഉള്ളൂ എന്നുള്ളത്. ഇതിനൊക്കെ മാറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടെ സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് സബിത ചേച്ചിനെ ഏറ്റവും സങ്കടം നിറഞ്ഞ 1-2 ഇൻസിഡന്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അടുത്ത് നമ്മുടെ അച്ചമ്മ മരിച്ചൊരു സംഭവത്തിലാണ്. ഒരുപാട് വിഷമത്തില് അച്ചമ്മയോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അല്ലേ? യെസ്, ബിക്കോസ് അച്ചമ്മയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അച്ചമ്മ ഒന്നാമത് അങ്ങനെ ഒരു യാതൊരു അഭിനയ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഇതെന്താണ് സോഷ്യൽ മീഡിയ എന്താണെന്നോ, TV സീരിയൽ എനിക്ക് തോന്നുന്ന അമ്മയുടെ പിള്ളേരുടെ കൂടെ ഒക്കെ ഇരുന്ന് TV കണ്ടിട്ടുണ്ടല്ലേ, ഒരു സിനിമ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതല്ലാതെ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഈ ക്യാരക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നവരിത് എന്താ ആക്ടിങ് എന്താന്ന് അങ്ങനെ ഒരു അറിവില്ലാത്ത ഒരമ്മയായിരുന്നു. അതായത് അമ്മ ലൊക്കേഷനിൽ വന്നാൽ അമ്മയുടെ ക്യാരക്ടർ, അമ്മയ്ക്ക് മക്കളുണ്ട്, ഡോട്ടർ ഇൻ ലോ ഉണ്ട്, വിച്ച് ഇസ് മീ, സണ്ണുണ്ട്, കൊച്ചുമക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്, റൈറ്റ്, കണ്ണനും അതിലെ കുഞ്ഞിക്കുട്ടികൾ. സോ ഇവരുടെ ശരിക്കും അച്ഛമ്മയും വല്യമ്മയും ഒക്കെ ആയിട്ട് ജീവിക്കുമായിരുന്നു അമ്മ. സോ അതുകൊണ്ടാണ് ഞാനതൊട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു. എനിക്കൊന്ന് അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിങ്ങൾ സാധിച്ചു കൊടുത്തു, മൂക്ക് കുത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാ ചെയ്തു? ഒന്നുമല്ല, അമ്മ ഭയങ്കര ഒരു പവർഫുൾ സ്ത്രീയായിരുന്നു കേട്ടോ. അത് അവരുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ഒക്കെ അറിയാവുന്നവർക്കറിയാം. അമ്മയ്ക്ക് ചെറിയ പ്രായമായവർക്ക് കുഞ്ഞു പിള്ളേരെ പോലെയാന്ന് പറയല്ലേ, ചെറിയ കുശുമ്പും, അത് നല്ല കുശുമ്പാ ഞാൻ പറയണേ. ഒരു നിനക്കായ എന്തുകൊണ്ട് എനിക്കായിക്കൂടെ, ഓ നീ ഇപ്പോൾ അത് വലിയ ഇതായിട്ടാണ്, എനിക്ക് അതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും, ഇതാണ് സംഭവം. അമ്മ നോക്കുമ്പോൾ ഞാൻ മരുമോള് മൂക്ക് കുത്തിയിട്ടുണ്ട്, ഓക്കെ, ആശ മൂക്ക് കുത്തിയിട്ടുണ്ട്, ശ്രുതി എൻ്റെ മോളായിട്ട് പൈങ്കിളി മൂക്ക് കുത്തിയിട്ടുണ്ട്, കൊച്ചുമക്കളായ ലക്ഷ്മിക്ക് മൂക്കുത്തിയുണ്ട്, ആമിക്ക് മാത്രമേ ഉള്ളൂ മൂക്കുത്തിയില്ലാത്ത പെണ്ണുങ്ങളായിട്ട് അവിടെ ഉള്ളവരിൽ. പിന്നെ ഉള്ളത് മുത്തശ്ശിയാണ്. ഒരു ബ്രേക്ക് പറയൂല്ലോ നമ്മള്, 15 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട്, പിന്നെ 10 ദിവസം കഴിഞ്ഞല്ലേ. ഇതാ ഒരു ബ്രേക്കിന് പോയ ആള് പിന്നെ തിരിച്ചു വരുന്നത് എങ്ങനെയാ? മൂക്കൊക്കെ കുത്തിയിട്ട്. അത് ചെറിയ മൂക്കുത്തിയല്ല, ഒരു വലിയ മൂക്കുത്തി. ഒന്ന് ഓർക്കണേ, 85 വയസ്സിലാണ് അമ്മ മൂക്കുത്തുന്നത്. നമ്മൾ ആരെങ്കിലും ആ വേദനയെ സഹിച്ച് ഇത് അറിയാലോ, കുത്തിയ ഉടനെ അത് ഹീലാവത്തില്ല, അത് പഴുക്കും, അതിന്റെ കെയർ. ഞാൻ ചോദിച്ചു ഇതെന്തോ, അത് ഞാൻ വിചാരിച്ചു ഒട്ടിച്ചോണ്ട് വന്നായിരിക്കും. ഞാൻ കുത്തിയതാന്ന് പറഞ്ഞു. അയ്യോ സമ്മതിച്ചിരിക്കുന്നു, എൻ്റെ പൊന്നോ സമ്മതിച്ചിരിക്കുന്നേ. ഇത്രയും പ്രായത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് അന്ന് വാർത്തയായിരുന്നു. ഈ പ്രായത്തിൽ ആദ്യമായിട്ട് അമ്മയെ പറ്റി അഭിനയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആ ക്യാരക്ടറായിട്ട് ഇത്രയും ഈ ഒരു പ്രായത്തിലും ജീവിച്ച് ഇത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം അമ്മ അഭിനയിക്കുമല്ലായിരുന്നു, ലിറ്ററലി ജീവിക്കുക. അതിങ്ങനെ പലരും പറയുമല്ലോ ഞാൻ ജീവിച്ച് അഭിനയിച്ചു എന്നൊക്കെ. കമ്പയർഡ് ടു അമ്മ ചെയ്തതുപോലെ ഐ ഡോണ്ട് തിങ്ക്
വേറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ എന്നെ പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം ഒത്തിരി മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. നമ്മുടെ സംഗീത ടീച്ചർ, പാട്ട് പഠിപ്പിച്ച ടീച്ചറിന്റെ മരണം ഒത്തിരി സ്വാധീനിച്ചു, അല്ലെങ്കിൽ ഒത്തിരി ഇമോഷണലി ഡൗൺ ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചറിനോട് എന്താ ഇത്ര അറ്റാച്ച്മെന്റ്? അമ്മയെന്നാ വിളിച്ചതെന്ന് എനിക്കറിയാം. പട്രീഷ്യ എന്നായിരുന്നു പേര്. പട്രീഷ്യസ് സെൻറ്റ് മേരീസിൽ എൻ്റെ സ്കൂൾ ടൈമിൽ മ്യൂസിക് പഠിപ്പിച്ച. അതെനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ ഹാർമോണിയം വായിക്കുകയും പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. അമ്മയുടെ വീട്ടിലാണെങ്കിലും അമ്മയുടെ അച്ഛൻ ഭാഗവതരായിരുന്നു, മീൻസ് ക്ലാസിക്കൽ പഠിച്ച് അത് പിള്ളേരെ അല്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ജീൻ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ജീൻ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ മൂളിക്കൊണ്ടൊക്കെ നടക്കല്ലേ, 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. പക്ഷേ സീരിയസ് ആയിട്ട് ഇതിനെ ഞാനൊരു 5ാം ക്ലാസ്സിലാണ് സെൻറ്റ് മേരീസിലേക്ക് പാലായി വരുന്നത്. ഒരു ദിവസം ഇങ്ങനെ ചുമ്മാ ഞാൻ ബോർഡിംഗ് സ്കൂളിലായിരുന്നപ്പോൾ എന്തോ ഒരു ഈവനിങ് പ്രെയറോ എന്തോ ചൊല്ലി ഇപ്പോൾ ഒരു പാട്ടിങ്ങനെ പാടി. അപ്പോൾ അത് സിസ്റ്റർ കേട്ടു. അപ്പം തന്നെ സിസ്റ്റർ പിന്നെ എന്നെ വിട്ടിട്ടില്ലെന്ന് പറയാം ആ പാട്ടിൻ്റെ ഇതിൽ നിന്ന്. എല്ലാ മിഷൻ ലീഗ് അന്ന് അങ്ങനെയൊക്കെയാണല്ലോ. സ്കൂൾ കലോത്സവത്തിലൊന്നും അത്രയും പഠിച്ചിട്ടില്ലായിരുന്നു, ക്ലാസിക്കൽ ബേസ് ഒന്നും അന്നില്ലായിരുന്നു. ബട്ട് ക്രിസ്ത്യൻ KCYM, മിഷൻ ലീഗ്, രൂപത മത്സരങ്ങൾ എല്ലാ മത്സരത്തിനും കൊണ്ടുപോകും. അതിപ്പോൾ ചിലപ്പം സെക്കൻഡൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഗ്രൂപ്പ് സോങ്ങിന് എപ്പോഴും ഫസ്റ്റ് കിട്ടുമായിരുന്നു. എന്നാലും മസ്റ്റായിട്ടും നമുക്കറിയാം ഈ ഒരു സമയം സെക്കൻഡ് സെമസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് എന്തായാലും കോമ്പറ്റീഷന് പോയേ പറ്റുള്ളൂ. നിർബന്ധിച്ചല്ല കൊണ്ടുവന്നത്. സിസ്റ്റർ അതിനുള്ള പാട്ടെല്ലാം ഓൾറെഡി ബിഗിനിങ് ഓഫ് ദി ഇയർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മളെ എന്താ പഠിപ്പിക്കേണ്ടതെന്ന്. അപ്പം എനിക്ക് പാട്ട് എനിക്ക് ഈ ഫെയ്ത്തിനെ പോലെ തന്നെ ഭയങ്കരമായിട്ടൊരു ഹീലിംഗ് തരുന്ന ഒരു തെറപ്പിയാണ് ശരിക്കും. പാട്ടില്ലെങ്കിലും ഫെയ്ത്ത് ഇല്ലെങ്കിലും ഞാൻ സർവൈവ് ചെയ്യുമോയെന്ന് അറിയില്ല കേട്ടോ, ഓണസ്റ്റ്ലി. എനിക്ക് ഫിസിക്കലി അങ്ങനെ ഒരു സപ്പോർട്ടോ 100 പേരുടെ ഇടയ്ക്ക് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അയ്യോ തന്നെ എങ്ങനെ ജീവിക്കുന്നു. ഇപ്പോൾ ചേച്ചി എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യും, ബോറടിക്കില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. ഐ ലവ് മൈ ലോൺലിനെസ്, ആ ഒറ്റയ്ക്കുള്ള ആ ഒരു സ്പേസ്. പക്ഷേ എൻ്റെ അടുത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ നിന്ന് ഉപ്പ് മാറ്റണം എന്ന് പറഞ്ഞ പോലെ പഞ്ചസാരയൊക്കെ എനിക്ക് ഈസി ആയിട്ട് മാറ്റാം. ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല. ബട്ട് ഫോർ ദി റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് മ്യൂസിക് പറ്റത്തില്ല. എനിക്കിഷ്ടമുള്ള ഒരു ഫെയ്ത്ത്, ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു ഫെയ്ത്ത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ആ 2 കാര്യം വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫെയ്ത്ത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് എനിക്ക് പ്രൈവറ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗാഡ്ജറ്റ്സ് എല്ലാം എടുത്തു മാറ്റണം, മ്യൂസിക് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ പറ്റില്ല. ഭയങ്കര പാടാണ്. ടീച്ചറിനെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു നല്ല അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ട് ഏതായിരിക്കും ടീച്ചറിനെ ഓർക്കും? അത് എല്ലാം ക്രിസ്ത്യൻ സോങ്സ് ആയിരുന്നു. അത് മതി, എന്തായാലും പാട്ട് നമുക്ക് കേട്ടാൽ മതി. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. അടിപൊളി, നല്ല ഫീലുള്ള പാട്ട്, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഫീലുള്ള ഒരു പാട്ട്. ചേച്ചി ഇടയ്ക്ക് പറഞ്ഞപ്പോ ഈ ഒറ്റയ്ക്ക് ജീവിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സിംഗിൾ പേരന്റ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്ത് പറയാൻ കുറച്ച് പേടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഞാൻ പറയും നമ്മൾ വോയിസായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന്. ഒരു പരിധിവരെ എനിക്ക് എൻ്റെ ഡിവോഴ്സൊക്കെ സംഭവിച്ചത് ഒരു പക്ഷെ വെളിയിലായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞ് സോ വട്ട് യു ഡു അല്ലെങ്കിൽ വേർ ഡു യു ലീവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെയാണ് താമസിക്കുന്നത്, ബിക്കോസ് ഐ എം സിംഗിൾ ഓർ ഐ എം ഡിവോഴ്സ്ഡ്. മോള് വെളി പഠിക്കുമായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അത് അത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. വേറൊന്നും കൊണ്ടുമല്ല, അതിൻ്റെ പേരിലൊരു വിസിബിളായിട്ട് അവരൊരു ജഡ്ജ്മെൻറ്റ് കാണിക്കില്ല. പക്ഷെ അതല്ലാതെ അവരുടെയൊക്കെ മനസ്സിൽ
ഇപ്പം ഇങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ സ്വന്തം ഇഷ്ടത്തിന് പൈസയും കൈകാര്യം ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് കൊച്ചിനെ നോക്കണ്ട, ഭർത്താവിനെയും നോക്കണ്ട, അമ്മായിമ്മയും അമ്മായിപ്പനെയും നോക്കണ്ട, അവരെ പറ്റി അറിയേണ്ട, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ നടക്കുന്നത്. യൂറോപ്പിൽ അല്ലെങ്കിൽ വേറെ അടുത്ത് ട്രാവൽ ചെയ്യുന്ന പടം കാണുന്നു, ഒരു ദിവസം നോക്കുമ്പോൾ കാക്കനാട് ഉണ്ട്, പിന്നെ നോക്കുമ്പോൾ സാന്റിയാഗോയിലാണ്. ആകാലോ, ആ എന്തുമാകാലോ, എന്തുമാകാലോ. സോ അങ്ങനെയൊക്കെ ഒരു ജഡ്ജ്മെന്റ് നമ്മുടെ ഇവിടെ ഉള്ളു മോളെ. എനിക്കൊന്നു ഇപ്പൊ ഒരു ഭാര്യ ഇല്ലാത്ത ഒരു ഭർത്താവിനോട് ഈ ചോദ്യം വരുമെന്ന് തോന്നില്ല. അത് അങ്ങനെ ഒരു റൂൾ ഉണ്ട് ആണുങ്ങൾ എന്നുള്ളത്. പക്ഷെ ഞാൻ ഈക്വലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരുടെയും അനുഭവങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് ഐ വാണ്ടഡ് ടു ബിലീവ് നമ്മുടെ കേരളം ഒരുപാട് മുന്നിലാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം കേട്ടോ മോളെ. റിലീജിയസ് ഹാർമണി ആണെങ്കിലും ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ഒരു ഡിസ്പാരിറ്റി, ഇവർ ചെയ്താലേ കാര്യങ്ങൾ ശരിയാകൂ, ഒരു ജോയിൻറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നൊക്കെ ചിന്തിക്കാൻ ഉള്ള വിവരവും വിദ്യാഭ്യാസവും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇനിയും ഉണ്ടാവട്ടെ. ബാക്കിയുള്ള പല സ്റ്റേറ്റിലെയും പല കാര്യങ്ങളും കേൾക്കുന്നതും ഡവറി കില്ലിങ്ങും തൊട്ട് അതിവിടെ നടക്കുന്നില്ലെന്നല്ല ഞാൻ പറയണേ, എന്നാലും കുറച്ചെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആവട്ടെ. നമുക്ക് സീരിയസ് വിഷയമൊക്കെ വിടാം തൽക്കാലം. എങ്ങനെയുണ്ട് അഭിനയ ജീവിതം, എങ്ങനെ പോകുന്നു? പുതിയ സിനിമകൾ കമ്മിറ്റ് ചെയ്തോ? എന്താണ് അവസ്ഥ? I wish I could just tell you that എൻ്റെ നവംബർ ഫുള്ളി ബുക്ക്ഡ് ആണ്. അത് കഴിഞ്ഞ് എനിക്ക് ഡിസംബറിൽ 2026 what can I say, my diary is full. ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ പറയണമെന്ന്. എനിക്കറിയില്ല എൻ്റെ സ്വഭാവം കൊണ്ടാണോ ഇനി മനുഷ്യർ ചേച്ചി ഇനി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത് കൊണ്ടാണോ, അതോ ഈ ഫീൽഡിൽ ഒട്ടും പറ്റാത്ത കാര്യമാണോ, അതുകൊണ്ടാണോ ആരും വിളിക്കാത്തത്, അതോ ഇനി കഴിവ് തീർച്ചയായിട്ടും നമ്മളൊക്കെ ബേസ് ലൈനാണ്. ഒരുപാട് ഇനി അഭിനയത്തെ പറ്റി പഠിക്കാനും ഒക്കെ ഉണ്ട് നമുക്ക്. നമ്മൾ ശിശുക്കളാണ് അതിൽ. എങ്കിലും ചില റോളൊക്കെ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നാറുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യണമല്ലോ നമ്മൾ. മാനിഫെസ്റ്റ് ചെയ്യുന്നത് സംഭവിക്കും എന്നാണല്ലോ പലരും പറയുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളില്ല വർക്ക് വൈസ്, അല്ലാതെയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. വർക്കിന്റെ കാര്യത്തിൽ ദിവസവും ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. യു വുഡ് സി, ഞാനങ്ങനെ പേഴ്സണൽ ഡയറി ഒന്നും എഴുതുകയല്ല. എൻ്റെ ഡയറിയിൽ ഇന്നത്തെ ചെലവും വരവും ഈ മാസത്തിൽ എന്തൊക്കെ പേ ചെയ്യണം ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ മേളിൽ ഞാൻ എല്ലാ ദിവസവും എഴുതുന്നുണ്ട് മാനിഫെസ്റ്റിംഗ് എ ന്യൂ പ്രോജക്റ്റ് ദിസ് മന്ത്, എല്ലാ മാസത്തിൻ്റെ മേളിൽ. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ബട്ട് കറൻ്റ്ലി മോർ ദാൻ മൂവീസ് എനിക്ക് ഈ സീരീസ് ഉണ്ടല്ലോ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, സോണി ലൈവ്, ബട്ട് ഞാൻ ഒരു ചാനലിനെ പ്രൊമോട്ട് ചെയ്യുമല്ല, അതിലൊക്കെ വരുന്ന പല ലാംഗ്വേജസിലുള്ള സീരീസസ്, അതാണ് എനിക്ക് കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹം. ഇപ്പോൾ ചക്കപ്പഴത്തിൽ ആരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്? സത്യം പറഞ്ഞാൽ മോളെ എനിക്ക് കണ്ടിന്യൂസ് കോണ്ടാക്ട്. ആദ്യത്തെ ഒരു വർഷം കുറച്ചെങ്കിലും ആ കൊച്ചു പിള്ളേരുടെയൊക്കെ അമ്മമാർ ഒരു കോണ്ടാക്ട് വെച്ചിരുന്നു. ഓക്കെ, അതല്ലാതെ ഓണസ്റ്റായിട്ട് പറഞ്ഞാൽ അമൽജി, എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച അമൽ കുഞ്ഞുണ്ണി ക്യാരക്ടർ, പുള്ളി ഇടയ്ക്ക് അല്ലെ പുള്ളിയുടെ വൈഫ് 1-2 ടെക്സ്റ്റൊക്കെ ആയിട്ട്, പിന്നെ അമ്മയും ഞാനും, ഇവർ മാത്രമേ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത്. എനിക്ക് പിന്നെ ഉണ്ട്, ഞാൻ ഒരു പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യും, എങ്ങനെയുണ്ട് മോനെ, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, അങ്ങനെ. പിന്നെ അവിടുന്ന് ഒരു റെസ്പോൺസ്, ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ അവരെ വെറുതെ വിടും. കാരണം നമ്മൾ നിർബന്ധിച്ച് ആരുടെയും ലൈഫിൽ ചെല്ലേണ്ട ആവശ്യമില്ല. അതൊരു ലോങ് ടൈമിൽ വർക്കൗട്ട് ആവത്തില്ല. മ്യൂച്വലായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്താൽ നെക്സ്റ്റ് ടൈം അവർ നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മളെ ഒന്ന് ഒരു മെസ്സേജ് ഇടുവോ വിളിക്കുവോ എന്തെങ്കിലും അവർ ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്യാതെ അവർ അവരുടെ ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ യു ആർ നോട്ട് നീഡഡ്. സോ ലെറ്റ് ദം ബി. അതെ, നമ്മളിങ്ങനെ സംസാരിച്ചാൽ കുറച്ചധികം സമയം വേണ്ടി വരും നമുക്ക് സംസാരിക്കാൻ എന്നുള്ളതാണ്. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും പറയാനുണ്ട്. പക്ഷെ ഇത് കുറച്ച് സമയം കൂടുതലായതുകൊണ്ട് ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ, മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ കാണാൻ കഴിയട്ടെ. ഈ ഒരു സൗഹൃദം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ഐ വിഷ് ദ സെയിം. ആൻഡ് ഐ വാണ്ടഡ് ടു, ഇപ്പോൾ ചേച്ചിക്ക് അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞെന്നോർത്ത് ആരും ഡിസ്കറേജ്ഡ് ആകരുത്. യുനോ, തീർച്ചയായിട്ടും അവസരങ്ങൾ വരും. ആ ഒരു പേഷ്യൻസോടെയുള്ള ഒരു കാത്തിരിപ്പ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. പക്ഷെ നമ്മൾ ലോകത്തിൽ എല്ലാവരുടെ അടുത്തുനിന്നും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്,
മാനിഫെസ്റ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടെ വെയിറ്റ് ചെയ്താൽ the right things will come to you at the right time. താങ്ക് യു സോ Thank you. മച്ച്.